കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ട് വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കല്യാണം കഴിക്കാത്ത ഒരു മകൾക്ക് അച്ഛനും അമ്മയും ഡിവോഴ്സായി എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ആ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള പണം ആ കുട്ടിക്ക് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിവോഴ്സായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് പണമില്ലാതെ വന്നപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു? അവളുടെ ശരിക്കുമുള്ള ബയോളജിക്കൽ ഫാദറിൻ്റെ അടുത്ത് നിന്നും പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ കോടതി പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. വിധി ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: എവരി അൺമാരീഡ് ഡോട്ടർ ഹാസ് റൈറ്റ് ടു ഗെറ്റ് റീസണബിൾ മാരേജ് എക്സ്പെൻസസ് ഫ്രം ഹെർ ഫാദർ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, അല്ലെങ്കിൽ ഏത് മതത്തിൽ പെട്ടിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള എക്സ്പെൻസ് അവൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവളുടെ ഫാദറിൻ്റെ കയ്യിൽ നിന്നും ചോദിച്ച് മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാരേജിനുള്ള പൈസ ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കേണ്ടത്. അതായത് ലക്ഷം മാത്രം വരുമാനമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കോടി രൂപ കല്യാണത്തിന് വേണം എന്ന് പറഞ്ഞാൽ കോടതി അനുവദിക്കില്ല. ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ചോദിക്കാം. അത് കോടതി മുഖാന്തരം നമുക്ക് മേടിച്ചെടുക്കുവാനുമായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇതിനെ കല്യാണം നിൽക്കുന്ന പെൺപിള്ളേർക്ക് ഈ സിറ്റുവേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് നിങ്ങൾക്ക് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.